Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഞാൻ നന്നായി കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ കട്ട്ലറ്റാണ് ഉണ്ടാക്കിയത്, ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഇങ്ങനെ ഉടച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ, നമ്മൾ ചിക്കൻ കട്ട്ലറ്റാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത് ഇങ്ങനെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൽ നീരുള്ളി ഇട്ട് കൊടുക്കുക. കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ ടൈമിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതാണ്, പക്ഷേ എനിക്ക് കറിവേപ്പില കിട്ടാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. തക്കാളിയും പച്ചമുളക് ഇട്ടതിന് ശേഷം ഇത് നന്നായി മസാല എണ്ണയിൽ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ തക്കാളിയും പച്ചമുളകും നീരുള്ളിയും കൂടി നന്നായി എണ്ണയിൽ നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങ് വേക്കുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മസാലക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ടോട്ടലായിട്ട് ഒന്ന് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. എനിക്ക് കയ്യിൽ അത്ര ഷേപ്പ് കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുപ്പിയുടെ അടുപ്പ് കൊണ്ടാണ് ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ മസാല നമ്മുടെ മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കട്ട്ലറ്റ് ആവുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 3 മുട്ട എടുത്തിട്ട് ഞാനിങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാല ഇങ്ങനെ നമുക്ക് ഇതിൽ മുക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിങ്ങനെയുള്ള ബ്രെഡ് ക്രംസ് ബോട്ടിൽ തന്നെ ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കാം. ആദ്യം തന്നെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിൽ ഓയിൽ ഇട്ട് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഈ കട്ട്ലറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞതിന് ശേഷം മറു സൈഡ് ഇട്ടിട്ട് 2 സൈഡും നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാവും. അപ്പോൾ ഞാനിങ്ങനെയാണ് സിമ്പിളായിട്ട് ഇങ്ങനെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.